ഇതേപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ഇതിന്റെ പുറകിൽ ചെറിയൊരു ഫിസിക്സ് ഉണ്ട്, നമുക്ക് നോക്കിയാലോ? Once again, welcome back to Aegon Lab Secrets. അപ്പോഴേ ഞാനും പറഞ്ഞു സാർ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഹമ്പ് ചാടുന്നു, ഞാനിങ്ങനെ തെറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ബൈക്കിലേക്ക് വന്ന് വീഴുന്നു അല്ലെ? എന്ന് വെച്ചാൽ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും ഈ ഒരു മോഷൻ ഉണ്ടാവുക, ലൈക്ക് എ പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ അതിന്റെ പിന്നെ ഫിസിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അഥവാ രണ്ടായിട്ട് റെസൊല്യൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റയും. ഇതിൽ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റയ്ക്ക് കോൺസ്റ്റന്റ് ആക്സലറേഷനും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റയ്ക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയും ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റിന് യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ മോഷനിൽ ബൈക്ക് മുന്നോട്ടേക്ക് പോയത് ഏത് വെലോസിറ്റി ആണോ അതേ വെലോസിറ്റി ആയിരിക്കും നമ്മൾക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മളും ബൈക്കും ഒരേ വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നു, നേരെ വന്നിട്ട് ബൈക്കിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നു. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആ ഹമ്പ് ചാടിയ ശേഷം നമ്മുടെ ബൈക്ക് പെട്ടെന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അറിയുന്നവർ കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് മറ്റൊരു ലാബ് സീക്രട്ടുമായി മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.